Mediatech Malayalam.Yt പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് യൂട്യൂബ് ചാനൽ മാനേജ് ചെയ്യുന്നവരെ മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് യൂട്യൂബ് സ്റ്റുഡിയോ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ റീഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ആകുക എന്നുള്ളത്. നമ്മളിപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ സൈറ്റിലൂടെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ നോക്കിയാൽ പോലും റീഡയറക്റ്റ് ആയിട്ട് അത് യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷനിലേക്ക് പോവുകയും അവിടെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാനൊന്നും സാധിക്കത്തുമില്ല. അല്ലെങ്കിൽ പല ഫീച്ചേഴ്സ് നമ്മൾ ഓപ്പൺ ആക്കാൻ വേണ്ടി യൂട്യൂബ് സ്റ്റുഡിയോ സൈറ്റിലൂടെ ശ്രമിക്കുമ്പോൾ ഈ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പ് കയറി വരികയും നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ സൈറ്റ് ഫുള്ളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് നമുക്ക് ഉപയോഗിക്കുവാനും സാധിക്കത്തില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അപ്പാടെ ഈ ഒരു പ്രോബ്ലം മാറ്റുവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വരുന്ന ഈ ഒരു പ്രോബ്ലം മാറിക്കിട്ടും നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോ സൈറ്റിൻ്റെ എല്ലാവിധ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഉപയോഗിക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. സമയം കളയാതെ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ എങ്ങനെയാണ് യൂട്യൂബ് സ്റ്റുഡിയോ സൈറ്റ് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുവാൻ വേണ്ടി സാധിക്കുന്നത്? യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ കയറി വരാതെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ സൈറ്റ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഫോണിൽ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഗൂഗിളിലേക്ക് കയറുക, അല്ലെങ്കിൽ സെർച്ച് ബാറിലേക്ക് പോയതിന് ശേഷം നമ്മൾ studio.youtube.com എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ട്രൈ ഔട്ട് ദ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പ്. നമുക്ക് വേണമെങ്കിൽ സ്റ്റുഡിയോ ആപ്പിലേക്ക് കയറാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റുഡിയോ സൈറ്റിലേക്ക് കയറാം. അതിന് ഏറ്റവും താഴെ കണ്ടിന്യൂ ടു സ്റ്റുഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കണ്ടിന്യൂ ടു സ്റ്റുഡിയോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ സൈറ്റിലേക്കായിരിക്കും പോവുക. ഇവിടെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ സൈറ്റിൻ്റെ ഡാഷ്ബോർഡ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതുവഴി വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യാം. പഴയ നമ്മളല്ലാതെ ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കിയിട്ടൊക്കെ അല്ലാതെ ചുമ്മാ ഡയറക്റ്റ് കയറുകയാണെങ്കിൽ അവിടെ വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ഒരു പേജ് റീഡയറക്റ്റ് ആയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പാണ് ഓപ്പൺ ആകുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ യൂട്യൂബ് സ്റ്റുഡിയോ സൈറ്റ് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ കയറി വരാതെ തന്നെ ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഉറപ്പായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം തന്നെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കയറി ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ സൈനിങ് ഓഫ് സിജിൻ ദേവസ്.